ये जी ओ जी लो जी सुनो जी मैं हूँ मन मोजी करता हूँ मैं जो वो तुम भी करो जी 1 2 का 4 4 2 का 1 My name is Lekin My name is Lekin सजनों का सजन मेरे नाम है लेकिन अस्सलाम वालेकुम റാഹത്തന്നല്ലേ ഈ സ്നേഹം എന്നുള്ളത് ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഭാര്യനോടായാലും മക്കളോടായാലും മക്കളെല്ലാം വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് മക്കളെ തലോടിയിട്ട് പറയണോ, എനിക്ക് നിന്നെ ഇഷ്ടമാണിടാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് മോളെ എന്നൊക്കെ. അങ്ങനെ ഒരു മനസ്സിലുണ്ടെങ്കിൽ ഒരു കടക്കലുണ്ട്. മനസ്സിലായില്ലേ? ഞാനിന്ന് ഒമാനിൽ നടന്നൊരു സംഭവം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതായത് ഞാനിങ്ങനെ ഫുഡ് സ്റ്റെപ്പ് കടയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സുഹൃത്തിനെ ഞാൻ വിളിച്ചങ്ങോട്ട്. അന്നേരം പറഞ്ഞു, എടാ ഞാൻ ഭയങ്കര തിരക്കിലാണ്. അപ്പം ഞാൻ ചോദിച്ച്, എന്താണ് നിൻ്റെ തിരക്ക്? അന്നേരം അവൻ എന്നോട് പറഞ്ഞ്, ഞാൻ മിഠായി ഇട്ടിട്ട് വായിൽ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ്, എടാ ഇന്ന് ഏപ്പിൻ്റെ അണ്ടറിലുള്ള, എനിക്ക് എ പി ഈക്കൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഉപ്പ എന്നെ ഇങ്ങനെ എ പി ആണ് ഈക്കാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമുക്കറിയേ ഇല്ല, എ പിനും അറിയില്ല ഈക്കനും അറിയില്ല. പിന്നെ 40-40 വയസ്സായതിനു ശേഷം ഞാൻ അറിയുന്നത് ഇങ്ങനെ ഓരോരാൾ പറയുന്നത് കേട്ടിട്ട്. അതിൽ വലിയ രസമുണ്ട്. ഞാനൊരു പ്രാവശ്യം ആരൊരാൾ വന്ന സമയത്ത് ഞാൻ ബർക്കത്തിലെന്തോ കൊടുത്തിയാണ്, അത് എ പിക്കാരായിരുന്നു. പിന്നെ അവർക്ക് ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടമോ, എന്നോട് എൻ്റെ നമ്പറെല്ലാം മേടിച്ച് എന്നെ വിളിക്കലായി പറയലായി. എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എ പി കെ എന്ന് പറഞ്ഞ പരിപാടിയൊന്നും. സുബ്ഹാനല്ലാഹ്. പിന്നെ എൻ്റെ ബാക്കിൽ തന്നെ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എ പിൻ്റെ അണ്ടറിലുള്ളൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് ഞാനുള്ളത്. ഞാൻ ചോദിച്ചു, എന്താടാ? അന്നേരം ഒരു കൗൺസിലിങ് പോലുള്ളൊരു മനഃശാസ്ത്രജ്ഞ ക്ലാസ് എടുക്കുന്നതാണ്. പിന്നെ ഇതിന് എത്രയോ പൈസ കൊടുക്കണം ടിക്കറ്റിന്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ നീ ടിക്കറ്റ് എടുത്താൽ? ഞാൻ ഇതിൻ്റെ സംഘാടകനായതുകൊണ്ട് എനിക്കിതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്കും നോക്കി. ഇല്ലടാ, ടിക്കറ്റ് തീർന്നു പോയി. ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ആക്ക്, ഞാൻ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് കട കുട്ടികളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അവൻ പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ എല്ലാവരും കയറി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. എല്ലാവരും കയറി വാതിലെല്ലാം ഫുൾ അടച്ച്, ആരും മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഒരു മൊബൈൽ വരാൻ പാടില്ല. പിന്നെ വാതിൽ തുറന്ന് ആരും ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല, ഉള്ളിൽ നിന്നാരും പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള ഭയങ്കരപ്പെട്ട ശിഷ്ടത്തിലെല്ലാം വെച്ച് ഓക്കെ എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഇരുന്ന്, അങ്ങനെ മോട്ടിഫിക്കേഷൻ ക്ലാസ്സാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഇരുന്ന് എല്ലാവർക്കും ഓരോ പേപ്പറും പേനയും തന്ന് അവരവരുടെ വിദ്യാഭ്യാസം എഴുതണോ, പിന്നെ ഏജ് എഴുതണോ, ഇവിടെ ഒമാനിൽ എത്ര വർഷമായി എന്നുള്ള എഴുതണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും എഴുതി പേര്, ക്ലാസ്, എത്ര വരെ പഠിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ 6ാം ക്ലാസ്സായിരുന്നു. പിന്നെ ഓരോരാൾക്ക് മൈക്ക് ഇങ്ങനെ തരാൻ തുടങ്ങി. അവർ എഴുതിയത് തൊട്ടടുത്ത ആൾക്കാർക്ക് കൊടുക്കണം ആ പേപ്പർ. മറ്റുള്ളത് ഞങ്ങൾക്കും തരും, അയാൾ ഞങ്ങൾക്ക് തരും. അങ്ങനെ കൈമാറി കഴിഞ്ഞിട്ട് എല്ലാവരും വായിച്ചിട്ടൊക്കെ നോക്കണം. അതായത് കളവ് പറയുന്നുണ്ടോ നോക്കാനായിരിക്കും. പിന്നെ മൈക്ക് തന്നു. അങ്ങനെ മൈക്കിൽ അവരവരെ നാട്, വീട്, പേര്, പഠിച്ച വിദ്യാഭ്യാസം എത്രയാണെന്നുള്ളത്. അപ്പോൾ 6ാം ക്ലാസ് പഠിച്ചോ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും SSLCയും +2വും ഡോക്ടർമാരും എൻജിനീയർമാർ, വലിയ വലിയ മാനേജർമാർ, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. അപ്പോൾ ഈ 6ാം ക്ലാസ്സുകാരൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരും എൻ്റെ തന്നെ ഒരു നോട്ടെല്ലാം നോക്കി ഞാനും സമാധാനിച്ചിട്ട് അവിടെ ഇരുന്ന് അൽഹംദുലില്ലാഹ് ഞാൻ 6ാം ക്ലാസ്സുകാരനല്ലേ എന്നുള്ള നിലയിൽ ഞാനും. അപ്പോൾ ഈ മോട്ടിഫിക്കേഷൻ ക്ലാസ് എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു മോട്ടിഫിക്കേഷൻ ക്ലാസ് എടുക്കണമെങ്കിൽ, അതായത് സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു മൈക്കെല്ലാം പിടിച്ചിട്ട് സംസാരിക്കെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ മുട്ട് പറയല്ലെങ്കിൽ തുടങ്ങൂലേ? ഏതൊരു മനുഷ്യനും സാധാരണക്കാരന് മുട്ട് പറയെല്ലാം തുടങ്ങും. അതിനും വേണം ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മോട്ടിഫിക്കേഷൻ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു സംഭവമുണ്ട്. എന്താ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ, ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ഈ വായിച്ച അറിവും കേട്ട അറിവില്ല ഞാൻ ഈ ഇളക്കുന്നത്.
അപ്പോൾ അവർ പഠിപ്പിച്ചു തരാൻ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ മുകളിൽ മൈക്ക് ഇങ്ങനെ എടുത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളെ കണ്ണിൽ ആ ഇരിക്കുന്ന ആൾക്കാർ തികച്ചും കഴുതുകളാണെന്ന് വിചാരിക്കണമെന്ന്. കഴുതുകളാണെന്ന് വിചാരിക്കണമെന്ന്. അന്നേരം ധൈര്യം വരും, ആകെ വെച്ചിളക്കിക്കോന്ന്, പേടിക്കൊന്നും ചെയ്യണ്ട. അങ്ങനെ തന്നെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി മോട്ടിഫിക്കേഷൻ ക്ലാസ് ചെയ്യാൻ വേണ്ടി വന്ന് ഒരു വലിയൊരു പണ്ഡിതൻ്റെ മുമ്പിലാണ് ഈ പറയപ്പെടുന്ന ഒരു 10, 100, 150 ആൾക്കാരുണ്ടാവും കേട്ടാ അങ്ങനെ ഇരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ 6ാം ക്ലാസ്സുകാരനാണെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ മോട്ടിഫിക്കേഷൻ ക്ലാസ് തുടങ്ങി. ഈ മോട്ടിഫിക്കേഷൻ ക്ലാസ് അന്നത്തെ ക്ലാസ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രോഗമില്ല, തലവേദന അത് ഞങ്ങൾ ചിന്തിക്കുന്നതാണ്, അങ്ങനെ ഒരു തലവേദന ഇല്ല എന്ന്. പിന്നെ നെഞ്ഞുവേദന അതില്ല, മുട്ടുവേദന ഇല്ല, രോഗങ്ങളൊന്നുമില്ല. അത് നമ്മൾ ചിന്തിച്ചിട്ട് അതിനെ പെരുക്കിയിട്ട് പിന്നെ മെഡിസിൻ്റെ ബേക്കിൽ പോന്ന്, പിന്നെ അങ്ങനെ മെഡിസിൻ കഴിച്ച് ഞങ്ങൾ അതിനെ സ്വയം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞത്. ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നി സംഭവം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ച അനങ്ങുന്ന ശബ്ദം പോലും ഇല്ല. ആ സമയത്ത് ഞാനിതിൽ ദീവാന ഹെ ദിൽ തോ പാഗൽ ഹെ യാർ, ഈ പാഗലിനെ ക്യാ കിയ. ഈ വീരാന്തൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 10-200 ആൾക്കാർ, എൻജിനീയർമാരും MBA-ക്കാരും BA-ക്കാരും ഡോക്ടേഴ്സെല്ലാം ഇരിക്കുന്നിടത്ത് 6ാം ക്ലാസ്സുകാരൻ ആരെയും കയറ്റുക. വാതിലിനടുത്ത് തന്നെ ചോദിച്ചിട്ട് പുറത്താക്കേണ്ടത് അവർ പൊട്ടന്മാർ. അത് കുറേ ഉസ്താദന്മാർ വലിയ പണ്ഡിതന്മാരെല്ലാം ഇരുന്നിട്ട് ഇയാളും വലിയൊരു പണ്ഡിതനാണ്. 10-200 ആൾ ശരിക്കുണ്ട് കേട്ടാ. എന്നേരം ഈ ദിവാനെന്നൊക്കെ ആക്കിയ ഈ വീരാന്തൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഉസ്താദ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാവരും എന്നെ ഉറ്റുനോക്കാൻ തുടങ്ങി. 6ാം ക്ലാസ്സുകാരനാണെന്ന് ആദ്യം ഒരു ഉറ്റുനോക്കൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, 2ാമത്തെ ഉറ്റുനോക്കലും തുടങ്ങി. ഞാൻ പറഞ്ഞു, എല്ലാ ഉസ്താദ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരി, തലവേദനയില്ല, മുട്ടുവേദനയില്ല, നെഞ്ഞുവേദനയില്ല, നടുവേദനയില്ല, ഒന്നുമില്ല, അങ്ങ് മനസ്സിൽ നമ്മളങ്ങനെ വിചാരിക്കുന്നു, ഓക്കെ. പക്ഷെ ഒരു മാനസിക രോഗി എന്താണ് വിചാരിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ. ഒരു മാനസിക രോഗി, ഒരു ഭ്രാന്തൻ, അതായത് ഞാൻ എന്ന് നിങ്ങൾ കരുതിക്കോ, ഞാൻ എന്താണ് വിചാരിക്കേണ്ടത്? ഞാൻ നോർമലല്ലോ, നോർമലല്ലാത്ത അൺനോർമലായ എനിക്ക് ചിന്താശക്തിയില്ലല്ലോ, ഞാൻ അബോധ മനസ്സിലാണല്ലോ ഉള്ളത്, ബോധ മനസ്സിലല്ലല്ലോ ഉള്ളത്. എല്ലാവരും എൻ്റെ ചോദ്യത്തിന് അത് ശരിയായ ചോദ്യമെന്നുള്ള നിലയിൽ എല്ലാവരും പിന്നെ നോക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ ആകാനും തുടങ്ങി. വലിയ ഡോക്ടറാ, വലിയ ഉസ്താദാ. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഫസ്റ്റ് തന്നെ നോക്കണമായിരുന്നു അയാൾ. ആകെ അയാൾ എന്നാ പറയണ്ടെന്ന് തീരാണ്ട് വേർത്ത് കുളിച്ചെന്നുള്ളതാണ്. ലാസ്റ്റ് ഈ പരിപാടി എങ്ങനെയും ഒപ്പിച്ച് ക്ലിയറാക്കി പുറത്ത് വന്ന സമയത്ത് എല്ലാവരും എനിക്കാ കൈ തരാൻ വേണ്ടി വരുന്നത്. ഈ ഡോക്ടർക്കല്ല, എല്ലാവർക്കും ബമ്പം കൊള്ളുന്നത് എനിക്ക് കൈ തരിക, ഞാനാരാന്ന് അറിയണോ. നിങ്ങൾ വെറുതെ പറഞ്ഞതല്ല 6ാം ക്ലാസ്സുകാരന് എന്ന്. ഞാൻ പറഞ്ഞു 100% ഞാൻ 6ാം ക്ലാസ്സുകാരനാണ്, ഇത് എൻ്റെ ജീവിത അനുഭവത്തിലുള്ള ഒരു ചോദ്യമാണ് എന്നിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് തടി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനത്തെ കഥ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും 2 ഡയലോഗ് പറയാനുണ്ട്. അതായത് ആവാരാഹും, ആവാരാന്ന് പറഞ്ഞാൽ പല അർത്ഥവും വെക്കാം കേട്ടോ. അതിന് ദീവാനെന്നും വെക്കാം, ഇതിൽ പാകൽ എന്നും പറയുക. പിന്നെ തെറിവാക്ക് പറയുന്ന സമയത്ത് അതായത് ഉമ്മയും ഉപ്പയൊന്നും ഇല്ലാത്തൊരു നാഥനില്ലാത്തവനെന്നൊക്കെ പറയാം. ആവാരാഹും യാഗർ ദിഷ്മേ ഹും ആസ്മാൻ കാ താരാഹും. അല്ല മൊഞ്ചുള്ള അർത്ഥം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതായത് ദൃഷ്ടിയിൽ, കണ്ണിൽ കാണുന്ന ദൃഷ്ടിയിലെ ഒരു നക്ഷത്രമാണ് ഞാൻ. യാഗർ ദിഷ്മേ ഹും ആസ്മാൻ കാ താരാഹും. ആബാദ് നഹി, വിജയിച്ചിട്ടില്ല. ബർബാദ് നഹി, തോറ്റിട്ടില്ല. ജഖ്മോസെ ബറ സീന ഹെ മേര, ജഖ്മോസെ ബറ സീന ഹെ മേര. അതായത് ദുഃഖങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഹൃദയമാണ് എൻ്റെത് എന്ന്. ഹസ്താ ഹെ മഗർ യെ മസ്ത് നസർ, അതായത് ചിരിക്കും, എന്നാലും ചിരിക്കും യെ മസ്ത് നസർ. ഈ കണ്ണും, ഈ മൊഞ്ചുള്ള കണ്ണും എന്നാലും ചിരിച്ച് കാണിക്കും. ഗാത്താഹും ഖുഷി കാ ഗീത്ത് മഗർ, എന്നാലും നല്ല മൊഞ്ചുള്ള പാട്ട് പാടുമെന്ന്. മാഷാ അല്ലാഹ്, അയ്യാക്കല്ലാ സമോനി, ക്ഷമിച്ചാളാ കേട്ടാ.